ഹായ്, ഞാനാണേ. നമ്മളിതാ 3 മീൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായി കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൊടുക്കുക. മീനെല്ലാം കണ്ടിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 2 സവാള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. അതിന് ഒരു തക്കാളി എടുത്ത് അതും ചെറുതായിട്ട് അരിയുക. ഒരു 3-4 പച്ചമുളക് എടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചത്. ഓക്കെ. അതിനുശേഷം ചട്ടി അങ്ങോട്ട് ചൂടാകുമ്പോഴത്തേക്ക് എണ്ണ അങ്ങോട്ട് ഒഴിച്ച് വെക്കുക. ചട്ടി വെക്കുമ്പോൾ ഇച്ചിരി പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിലേക്ക് എണ്ണ തിളയ്ക്കുമ്പോഴത്തേക്ക് കടുക് അങ്ങോട്ട് വാരി അങ്ങോട്ട് ഇടുക. കടുക് അങ്ങോട്ട് പൊട്ടിത്തിളങ്ങുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു ഉലുവയും കൂടെ 2-3 വാരി അങ്ങോട്ട് ഇടുക. സെറ്റായേ. ഉലുവ പൊട്ടി തീരുമ്പോഴത്തേക്ക് അതിലേക്ക് കറിവേപ്പിലയും കൂടെ വാരി അങ്ങോട്ട് ഇടുക. എന്നാ രസം! ഇട്ട് 2 ഇളക്കൊക്കെ ഇളക്കി. കറണ്ടിൽ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു. അപ്പം ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതും ഇട്ട് എണ്ണയിലൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതും അങ്ങോട്ട് വെച്ചിട്ട് 2 ഇളക്കം അങ്ങോട്ട് ഇളക്കിയെല്ലാം സെറ്റായതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടെ അതിലേക്ക് വാരിയിടുക. നമ്മൾ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞത്. സവാളയെല്ലാം വാരിയിട്ട് അതൊന്ന് കരണ്ടി വെച്ച് ഇളക്കി കൊടുക്കുക. നമ്മുടെ എണ്ണയിലിട്ടിട്ട് വഴറ്റി എടുത്തതിന് ശേഷം തക്കാളിയും കൂടി ചേർക്കുക. തക്കാളി അതും കൂടി ഇട്ട് നന്നായി ഇളക്കി എടുക്കുക. വഴറ്റാൻ വെച്ചതിന് ശേഷം 1 സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് വെള്ളവും ഒഴിക്കുക. അതിലേക്ക് നന്നായി ഇളക്കുക, മിക്സ് ചെയ്യുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. നന്നായി നമ്മളിപ്പം വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇത് വഴറ്റിയതിലേക്ക് നമ്മൾ അതെടുത്ത് ഒഴിച്ച് കൊടുക്കുക. ചട്ടിയിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി ഫുള്ള് എല്ലായിടവും ആവുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിക്കുക. അതിനുള്ള പാകത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കുക. ഇപ്പം നല്ല അടിപൊളി. നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം വേണം ഒഴിക്കാൻ. അതിലേക്ക് നല്ല ഇളക്കിയതിന് ശേഷം മീൻ എടുത്തിട്ട് കൊടുക്കുക. നമ്മളിപ്പം 2-3 കഷ്ണം അരി ഇട്ടുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വടക്കംപുളി വെള്ളത്തിലിട്ട് വെച്ചു. അതും അതിലിട്ട് പുളിയോടുകൂടി തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായി പുളിയൊക്കെ പിടിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് ഒന്നും കൂടെ ഇളക്കുക, ഉപ്പെല്ലായിടം പിടിക്കാൻ വേണ്ടി. അധികം ഇട്ട് ഇളക്കരുത്, മീനോടെ ഇട്ട് വെച്ച് നന്നായി തിളയ്ക്കുക. മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ അയിലക്കറി പുളിയും മുളക് റെഡിയായി.